നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് കിടക്കാം. അപ്പോൾ കിടക്കുന്നതിന് മുന്നേ ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഇടയിൽ ഇപ്പോൾ ദൈവജനമായിട്ട് എല്ലാവരും ഇരിക്കുമ്പോൾ ഇതിനകത്ത് പല കൂട്ടം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. ഇതിനകത്ത് ജോലി ചെയ്യുന്നവരുണ്ട്, ജോലി ചെയ്യാത്തവരുണ്ട്, അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുമുണ്ട്, അല്ലെങ്കിൽ യങ് അഡൽട്ട്സ് ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ സ്കൂളിൽ പോകുന്നവർ, കോളേജിൽ പോകുന്നവർ, യങ് അഡൽട്ട്സ് ആയിട്ടുള്ളവരുണ്ട്. അപ്പോൾ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ മൂന്ന് സാഹചര്യങ്ങളെക്കുറിച്ചൊന്ന് പറഞ്ഞ് തുടങ്ങാൻ ഞാനൊന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് ചിന്തിക്കാം. ജോലി ചെയ്യുന്നവരുടെ ഇടയിലുള്ള ഒരു ചെറിയ സാഹചര്യത്തെയാണ് ഞാനൊന്ന് പറയുന്നത്. അതിനുശേഷം നമുക്ക് ഇന്നത്തെ ചിന്തയിലേക്കൊന്ന് കിടക്കാം. അപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമ്മൾ പൊതുവെ കണ്ടുവരുന്നൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും ഒരു റെക്കഗ്നീഷൻ, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ജോലി എന്തെന്നുള്ളത് മറ്റുള്ളവരൊന്ന് അംഗീകരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ? അതോടൊപ്പം തന്നെ നമുക്ക് പ്രൊമോഷൻസ് വേണം എന്നുള്ളത് നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ പൊതുവിൽ നടക്കുന്ന ഒരു കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലപ്പോൾ ഒരു പ്രൊമോഷൻ കിട്ടാൻ വേണ്ടി മറ്റൊരാളെ തള്ളി പറയുക, അല്ലെങ്കിൽ അയാളെക്കുറിച്ചൊരു കുറ്റമോ കുറവോ പറയുക, അല്ലെങ്കിൽ താൻ ആണ് ഇവിടെ ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് അറിയിക്കുക എന്നുള്ളതായിരിക്കുള്ളൂ പൊതുവെ ഒരു പ്രൊമോഷനൊക്കെ കിട്ടാൻ നേരത്തെ എല്ലാവരും എടുക്കുന്ന ഒരു മനോഭാവം, ലോകപ്രകാരമായിട്ട് ഞാൻ പറയുകയാണ്. എങ്കിൽ ഇങ്ങനെ ഒന്ന് ചിന്തിക്കുക, അവിടെ ഒരു വ്യക്തിയുണ്ട്, പ്രൊമോഷൻ അർഹനായിട്ടുള്ളൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തി തൻ്റെ അറിവ് മറ്റുള്ളവരടുത്ത് പങ്കുവയ്ക്കുകയും അയാൾ മറ്റുള്ളവർ അതിലൂടെ കയറി പോരട്ടെ എന്നും ചിന്തിക്കുന്ന ഒരു നിസ്വാർത്ഥമായ ഒരു ആറ്റിറ്റ്യൂഡിലിരിക്കുകയാണെന്നിരിക്കട്ടെ. എന്ന് വെച്ചാൽ ഒരു സെൽഫ്ലെസ് ആറ്റിറ്റ്യൂഡ്, നിസ്വാർത്ഥമായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് എന്നുള്ളത്. അത് ഒരു സാഹചര്യം ജോലി ചെയ്യുന്നവർക്ക്. ഇനി ജോലി ചെയ്യാത്തവരുടെ, ഓക്കെ, നമുക്ക് എല്ലാവർക്കും ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ ഈ മൂന്ന് സാഹചര്യങ്ങളൊന്ന് പറയുന്നത്. ജോലി ചെയ്യാത്തവരുടെ ഇടയിൽ ഒരുപാട് എക്സാമ്പിൾസ് നമുക്കുണ്ട്. പക്ഷെ നമുക്ക് ഏറ്റവും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മുടെ അമ്മമാരായിരിക്കാം. നമുക്കൊന്ന് കുറച്ചൊന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. കണക്ട് ചെയ്യാൻ വേണ്ടി മാത്രം എല്ലാ അമ്മമാരും ജോലി ചെയ്യുന്നില്ല എന്നല്ല എൻ്റെ അർത്ഥം, ഓക്കെ. അപ്പോൾ ഞാനൊരു അഡ്വർടൈസിങ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ എല്ലാം ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നിങ്ങളെല്ലാം കാണുന്നത് ചിലപ്പോൾ വീഡിയോ മാത്രമായിരിക്കും കാണുന്നത്, എങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു ബിഹൈൻഡ് ദ സീൻസ് ഉണ്ട്. പലപ്പോഴും നമ്മുടെ അമ്മമാരുടെ ജീവിതവും ഇതുപോലെ തന്നെയാണ്. അമ്മമാർ പിന്നിൽ നന്നായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ആ ഒരു കുടുംബം തന്നെ നന്നായിട്ട് മുന്നോട്ട് നീങ്ങുന്നതെന്നുള്ളത്. ആ അമ്മ പുറകിൽ നിന്ന് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒരു ക്രെഡിറ്റും ചോദിക്കാതെ നിസ്വാർത്ഥമായിട്ട് തൻ്റെ കുടുംബത്തിനെ സേവിക്കുന്നതുകൊണ്ടാണ് പല കുടുംബങ്ങളും ഇന്നും മുന്നിട്ട് നിൽക്കുന്നതെന്നുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ കാണുന്ന ആ അമ്മയുടെ ഒരു നിസ്വാർത്ഥമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്, ഒരു സെൽഫ്ലെസ് ആറ്റിറ്റ്യൂഡാണ്. ഇനി മൂന്നാമത്തെ സാഹചര്യം, ഇവിടെ ഒരുപാട് യൂത്ത്സ് ഇരിപ്പുണ്ട്, യങ് അഡൽട്ട്സ് ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മളെല്ലാം ഈ സ്കൂളിലും കോളേജിലൊക്കെ ആയിരിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ആ ഒരു പ്രായത്തിൽ നമ്മുടെ ഒരു മനോഭാവം എന്ന് വെച്ചാൽ നമ്മൾ ഇത്തിരി ഫേമസ് ആയിരിക്കണം, എല്ലാവർക്കും നമ്മളോട് ഇഷ്ടം ഉണ്ടായിരിക്കണം, അല്ലേ? അങ്ങനെയല്ലേ? നമുക്ക് എല്ലാവരും നമ്മളെ ഒന്ന് അംഗീകരിക്കണം എന്നുള്ളത്. അതിനുവേണ്ടി നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ ഇച്ചിരി ഒന്ന് പൊക്കി പറയുക, അല്ലെങ്കിൽ നമ്മളെ തന്നെ ഒന്ന് ഇച്ചിരി വലുതായിട്ട് ചിത്രീകരിക്കുക എന്നൊക്കെ ഉള്ളത് നമ്മൾ ചെയ്യുന്നുണ്ട്. എങ്കിൽ ഇവിടെയും ഒരു കുട്ടിയുണ്ട്, ഇച്ചിരി വീക്കായിട്ടുള്ള, അവരുടെ ഇടയിലുള്ള ഇച്ചിരി വീക്കായിട്ടുള്ള കുട്ടികളുണ്ടായിരിക്കാം. അവർ ചിലപ്പോൾ പഠിത്തത്തിനായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരോട് സംസാരിക്കുന്നതിനായിരിക്കാം. അവരെയൊക്കെ പോയി ഒന്ന് സഹായിക്കാൻ മനസ്സ് കാണിക്കുന്ന ഒരു കുട്ടിയുണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ ആ കുട്ടിയുടെ ആ ഒരു വീക്ക്നെസ്സിൽ പോയി സഹായിക്കുന്ന ഒരു കുട്ടി, അവരെ പഠിക്കാനും അതുപോലെ തന്നെ അവരെ ചിലപ്പോൾ കളിയാക്കുന്നവരുണ്ടായിരിക്കാം, അവർക്കെതിരേക്കൊന്ന് ചെന്ന് നിൽക്കാനും വേണ്ടി കാണിക്കുന്ന ആ നിസ്വാർത്ഥമായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ്. പ്രിയ, ഞാൻ വരുന്നത് എങ്ങോട്ടേക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ നിസ്വാർത്ഥമായി മറ്റുള്ളവരെ സേവിക്കുന്നതിനെ കുറിച്ചാണ്. ഈ മൂന്ന് സാഹചര്യങ്ങളും, ജോലി ചെയ്യുന്ന സ്ഥലത്തും ഈ ജോലി ചെയ്യാത്ത സ്ഥലത്തും യുവാക്കളുടെ ഇടയിലും ഞാൻ നിസ്വാർത്ഥമായ ഒരു സേവനത്തെക്കുറിച്ചാണ് ഞാനിവിടെ ഒന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മളിനി അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 32-ാം വാക്യത്തിലോട്ട് വരുമ്പോൾ ഇതല്ല ഇന്നത്തെ ചിന്താവാക്യം, പക്ഷേ ഇതിനോടൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മൾ കാണുന്ന ആദ്യ സഭയിലെ ഒരു പ്രവർത്തനമാണ് നമ്മൾ കാണുന്നത്. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു. തനിക്കുള്ളതൊന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല, സകലവും അവർക്ക് പൊതുവായിരുന്നു. പ്രിയർ, ഇതെന്ത് സീക്രട്ടാണെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. സഭയിൽ ഏക ഹൃദയവും ഏക മനസ്സും. നമുക്ക് ഭാര്യയും ഭർത്താവൊക്കെ ആണെങ്കിൽ പറയാം ഏക ഹൃദയവും ഏക മനസ്സാണെന്നൊക്കെ നമുക്കൊന്ന് പറയാം. പക്ഷെ ഇവിടെ സഭയിൽ ഏക ഹൃദയവും ഏക മനസ്സും എന്നുള്ളൊരു കാര്യം പറഞ്ഞു. പ്രിയ സഹോദരൻ ഇന്ന് സങ്കീർത്തനത്തിലും അത് തന്നെയാണ് പറഞ്ഞത്, നമുക്ക് ആ ഒരു ഐക്യത ഉണ്ടായിരിക്കണം, ആ സ്നേഹം ഉണ്ടായിരിക്കണം എന്നുള്ളത്. അപ്പം അന്നത്തെ കാലത്ത്
ഞാൻ വിശ്വസിക്കുന്നത് ആദ്യ സഭയുടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, അവർക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ആദ്യ സഭയായിരുന്നു. ആദ്യ സഭയുടെ പ്രത്യേകത അവരിൽ പലരും ക്രിസ്തുവിനെ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അവരിൽ പലരും ക്രിസ്തുവിനെ നേരിട്ട്, അപ്പോൾ ക്രിസ്തുവിൻ്റെ നല്ലൊരു എക്സാമ്പിൾ അവരുടെ മുമ്പിലുണ്ടായിരുന്നു. ക്രിസ്തു എങ്ങനെയാണ് സ്നേഹിച്ചത്, എങ്ങനെയാണ് വിനയം കാണിച്ചത്, എങ്ങനെയാണ് മറ്റുള്ളവരെ സേവിച്ചതെന്നുള്ളത്. പക്ഷെ കാലം മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ ക്യാരക്ടേഴ്സൊക്കെ പതുക്കെ, ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പതുക്കെ മാറി തുടങ്ങി എല്ലാവരിലും. പക്ഷേ എങ്കിൽ അന്ന് കർത്താവ് വെച്ച മാതൃക ഈ സഭ ഫോളോ ചെയ്തിരുന്നു, ഈ ആദ്യ സഭ ഫോളോ ചെയ്തിരുന്നു. പ്രിയരെ, ഇതിലൂടെ ഞാൻ കടന്നു വരുന്ന എങ്ങോട്ടേക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിനയം എന്നുള്ള ഒരു വിഷയത്തിലേക്കാണ്. നമ്മുടെ ഇന്നത്തെ ഒരു പ്രധാന ചിന്തയാണ് വിനയം എന്നുള്ളത്. അപ്പോൾ വിനയത്തെക്കുറിച്ചൊന്ന് പറയണമെന്നുണ്ടെങ്കിൽ, വിനയം എന്നുള്ളത് ഒരിക്കലും സ്വാർത്ഥ താല്പര്യങ്ങളിൽ നിന്നുളവാകുന്ന ഒന്നല്ല. അത് സ്നേഹത്തിൽ നിന്നുളവാകുന്നതാണ്. അത് മറ്റുള്ളവരെ സേവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. അപ്പം ഈ വിനയത്തിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ ആരാ? കർത്താവായ യേശു ക്രിസ്തു തന്നെ. താൻ പിടിക്കപ്പെടുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുന്നേ, താൻ ക്രൂശിക്കപ്പെടുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുന്നെയാണ് താൻ ശിഷ്യന്മാരുടെ കാല് കഴുകുന്ന ഒരു രംഗമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം. തനിക്കറിയായിരുന്നു ഇതിൽ നിന്ന് ഒരുവൻ തന്നെ ഒറ്റിക്കൊടുക്കുമെന്നും മറ്റവർ അവനെ തള്ളിപ്പറയുമെന്നുള്ളതും കർത്താവിന് നന്നായിട്ട് അറിയായിരുന്നു. എന്നിട്ടും കർത്താവ് തീരുമാനിച്ചു, ഞാൻ ഇവരുടെ കാല് കഴുകും, അത് തുടച്ചും കൊടുത്തു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തുകൊണ്ടായിരിക്കും കർത്താവ് അത് ചെയ്തത്? എന്തുകൊണ്ടായിരിക്കും? കർത്താവ് വിശ്വസ്തനായിരുന്നു, തൻ്റെ പിതാവിനോട് വിശ്വസ്തനായിരുന്നു. അതിലുമുപരി കർത്താവ് നമ്മളെല്ലാവരെയും സ്നേഹിച്ചിരുന്നു, അവരെ വളരെയധികം സ്നേഹിച്ചിരുന്നു. തൻ്റെ വിനയത്തിൽ അവരെ സേവിക്കാനുള്ളൊരു മനസ്സ് കർത്താവിനുണ്ടായിരുന്നു. വേറെ വിനയത്തെക്കുറിച്ച് പറയുമ്പോൾ, വിനയത്തിൻ്റെ ഏറ്റവും നല്ലൊരു ടെക്സ്റ്റ് നമുക്ക് വചനത്തിൽ നിന്ന് നോക്കുമ്പോൾ, അതായത് കർത്താവിൻ്റെ വിനയത്തെക്കുറിച്ച് പറയുന്ന ഏറ്റവും നല്ലൊരു ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 5 തൊട്ട് 11 വരെയാണ്. അതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചിന്തയുടെ ഒരു തലക്കെട്ട് എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ വിനയം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ ചാപ്റ്ററിലോട്ടൊന്ന് കടക്കുന്നതിന് മുന്നേ ഈ ഫിലിപ്പിയ ലേഖനത്തെക്കുറിച്ച് 2 വാക്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞോട്ടെ. ഫിലിപ്പിയ ലേഖനം എന്ന് പറയുന്നത് അപ്പോസ്തലനായ പൗലോസ്, നിങ്ങൾക്ക് എല്ലാവർക്കും എടുക്കാം, ഫിലിപ്പിയ ലേഖനം 2-ന്റെ 5 തൊട്ട് 11 വരെ. അപ്പോൾ എൻ്റെ മെയിൻ ടൈം ഞാൻ ജസ്റ്റ് ഫിലിപ്പീൻസിനെ കുറിച്ച് എല്ലാവരോടും ജസ്റ്റ് ഒന്ന് പറയാം. ഫിലിപ്പിയ ലേഖനം എന്ന് പറയുന്നത് അപ്പോസ്തലനായ പൗലോസ് എഴുതിയതാണ്. അത് ഒരു പ്രിസൺ എപ്പിസ്റ്റിലാണ്. അപ്പോസ്തലനായ പൗലോസ് റോമൻ കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ, വീട്ടു തടവിലായിരുന്നപ്പോൾ എഴുതിയ ഒരു പ്രിസൺ എപ്പിസ്റ്റിൽ, അല്ലെങ്കിൽ ജയിൽ ലേഖനം എന്ന് വേണമെങ്കിൽ പറയാം അതിനെ. അപ്പോൾ ഇതിനകത്ത് തിമോത്തിയോസും തൻ്റെ സഹപ്രവർത്തകനാണെന്ന് നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയും. ഇത് ഫിലിപ്പിയ സഭയിലേക്ക് എത്തിച്ചിരിക്കുന്ന എപ്പഫ്രോഡൈറ്റസ് എന്ന് പറഞ്ഞിട്ടുള്ള കർത്താവിൻ്റെ ദാസനാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് എഴുതിയിരിക്കുന്നത് 60-62 AD-യിലാണ്. അപ്പോൾ ഇത് ചർച്ച് അറ്റ് ഫിലിപ്പി എന്ന് വെച്ചാൽ ഫിലിപ്പിയ സഭ. ഫിലിപ്പിയ സഭയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഫിലിപ്പിയ സഭ യൂറോപ്പിലെ ആദ്യത്തെ ക്രിസ്തീയ കൂട്ടായ്മയായിരുന്നു. അപ്പോൾ ആ സഭയുടെ ഒരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ സഭ ആ സമയത്ത് ക്രിസ്തുവിനെ പ്രതി വളരെയധികം കഷ്ടം അനുഭവിച്ചുകൊണ്ടിരിക്കുകയും അതോടുകൂടെ അവരുടെ ഇടയിൽ ഒരു ചെറിയൊരു ഭിന്നിപ്പ് ഉണ്ടായിരുന്നു. അത് നമുക്ക് ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ്. ഇതാണ്, ആ കോണ്ടെക്സ്റ്റിലാണ് ഈ ലേഖനം എഴുതി കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓഡിയൻസ് എന്ന് പറയുന്നത് ഫിലിപ്പിയയിലെ ക്രിസ്ത്യാനികളാണ്. അപ്പോൾ ഫിലിപ്പിയ എന്ന് പറയുന്നത് ഒരു റോമൻ കോളനിയാണ്, മാസിഡോണിയയിലുള്ള ഒരു റോമൻ കോളനിയാണ്. എന്ന് വെച്ചാൽ ഇന്നത്തെ മോഡേൺ ഡേ ഗ്രീസാണ് ഈ ഫിലിപ്പിയ സഭ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉള്ള വിശ്വാസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും ജെൻറ്റൈൽ ബിലീവേഴ്സാണ്. എന്ന് വെച്ചാൽ ജാതികളിൽ നിന്നും വിശ്വാസത്തിലേക്ക് വന്നിട്ടുള്ളവരാണ്. അതിനകത്ത് കുറച്ച് പേര് വെൽത്തി ബാക്ക്ഗ്രൗണ്ട്സ്, ഒരു ധനികമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വന്നിട്ടുള്ളവരുണ്ട്. ലിഡിയ അതിനകത്ത് നല്ലൊരു എക്സാമ്പിളാണ്, ഒരു വെൽത്തി ബാക്ക്ഗ്രൗണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് എളിയ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ള ഫിലിപ്പിയയിലുള്ള ജയിലറിനെയും നമുക്ക് അവിടെ കാണാൻ കഴിയും. അപ്പോൾ ഈ സഭയുടെ ഒരു വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സഭ പൗലോസ് അപ്പോസ്തലൻ്റെ വളരെയധികം സപ്പോർട്ട് ചെയ്തിരുന്ന സഭയും, പൗലോസ് അപ്പോസ്തലനോട് വളരെയധികം കൂറുണ്ടായിരുന്ന ഒരു സഭയും, സാമ്പത്തികമായി പൗലോസ് അപ്പോസ്തലനെ ഒത്തിരി സഹായിച്ചിട്ടുള്ള ഒരു സഭയുമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഈ ഒരു ലേഖനം ഫിലിപ്പിയ സഭയ്ക്ക് എഴുതുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ആ സമയത്ത് അവരവിടെ ക്രിസ്തുവിനെ പ്രതി കഷ്ടം അനുഭവിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ക്രിസ്തുവിൻ്റെ സഹിഷ്ണുതയുടെ ഒരു എക്സാമ്പിൾ കൊടുത്ത് ആ സഭയെ എൻകറേജ് ചെയ്യാൻ, അതായത് കഷ്ടതയിലും നിങ്ങൾ എൻകറേജ്ഡ് ആവാൻ വേണ്ടിയായിട്ട് എഴുതിയ ഒരു ലേഖനമാണ് ഇത്. രണ്ടാമത്തത്, അവരുടെ ഇടയിൽ ഒരു ഭിന്നിപ്പുണ്ടായിരുന്നു. ആ ഭിന്നിപ്പിന് ഒരു ഐക്യത്തിനും വിനയത്തിനുള്ള ഒരു ആഹ്വാനം കൂടി ആയിട്ടാണ് കർത്താവിൻ്റെ ദാസൻ ഈ ഒരു ലേഖനം എഴുതുന്നത്. ദാറ്റ് ഈസ്
ആ ഭിന്നിപ്പിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് വിനയം എന്നാണ്. മൂന്നാമത്തത് ക്രിസ്തുവിൻ്റെ വിനയവും വിജയകരമായ ഉയർപ്പിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ ആ മാതൃക ഫോളോ ചെയ്യണം എന്നുള്ളതും കൂടി ആഗ്രഹിച്ചിട്ടാണ്. നാലാമത്തത് കർത്താവിൽ എപ്പോഴും സന്തോഷിക്കാനുള്ളൊരു ആഹ്വാനവും കൂടി ഇവിടെ അപ്പോസ്തലനായ പൗലോസ് നമുക്ക് നൽകുന്നുണ്ട്. അപ്പം നമുക്ക് ഈ വാക്യം ഒന്ന് വായിക്കാം. ഇനി ഫിലിപ്പിയ ലേഖനം 2:5-11. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യസാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്ങാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്നും പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ആമേൻ. സ്വതം. അപ്പോൾ ഈ ഒരു വേദഭാഗം എന്ന് പറയുന്നത് ഇത് പലപ്പോഴും ഒരു ക്രിസ്തു ഗീതം അല്ലെങ്കിൽ ക്രൈസ്റ്റ് ഹിം എന്ന് അറിയപ്പെടും. അപ്പോൾ ഇത് ക്രിസ്തുവിൻ്റെ വിനയം, ക്രിസ്തുവിൻ്റെ ത്യാഗം അതുപോലെ തന്നെ വിജയകരമായ ഉയർച്ചയും വളരെ മനോഹരമായിട്ടൊന്ന് ചിത്രീകരിക്കുന്നു. അപ്പോൾ നമുക്കിനി വാക്യം പ്രതി വാക്യത്തിലോട്ട് ജസ്റ്റ് ഒന്ന് കിടക്കാം. അപ്പോൾ 5-ാം വാക്യം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ മനസ്സുണ്ടായിരിക്കാനുള്ള ഒരു വിളി, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ മനോഭാവം ഉണ്ടായിരിക്കാനുള്ള ഒരു വിളി, അല്ലെങ്കിൽ ക്രിസ്തുവിനെ അനുകരിക്കാനുള്ള ഒരു ആഹ്വാനമാണ് നമുക്കിവിടെ അപ്പോസ്തലനായ പൗലോസ് തരുന്നത്. 6-8 വരെ പറയുന്നത് യേശുവിൻ്റെ താഴ്മയും ത്യാഗത്തെക്കുറിച്ചുമാണ് ഇവിടെ വിവരിക്കുന്നത്. 9-11 വരെ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ വിജയകരമായ ഉയർച്ചയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതിനകത്തോട്ട് ഡെപ്തിലോട്ട് കിടക്കാം. ഈ 2-ാം അധ്യായം തുടങ്ങുന്നത് ഐക്യത്തിനും വിനയത്തിനുമുള്ള വിശ്വാസികളുടെ ഇടയിൽ ഐക്യത്തിനും വിനയത്തിനുമുള്ള ഒരു പ്രബോധനത്തോടെയാണ് അപ്പോസ്തലനായ പൗലോസ് ഇത് ആരംഭിക്കുന്നത്. അങ്ങനെ ആരംഭിക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ സമയത്ത് അവർ ക്രിസ്തുവിനെ പ്രതി കഷ്ടവും അനുഭവിക്കുന്നുണ്ടായിരുന്നു. അവരുടെ ഇടയിൽ ഒരു ഭിന്നിപ്പും ഉണ്ടായിരുന്നു. ഇതുകൊണ്ടാണ് ഈ രീതിയിൽ ഇതിനെ ആരംഭിക്കുന്നത്. അപ്പം 5-ാം വാക്യത്തിൽ പറയുന്നത് ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു മെസ്സേജ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശു പ്രകടിപ്പിച്ച അതേ നിസ്വാർത്ഥമായ വിനയം ക്രിസ്തീയ വിശ്വാസികളായ ഫിലിപ്പിയ സഭയും അത് തന്നെ അനുകരിക്കണം എന്നുള്ളതാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ നമ്മുടെ മനോഭാവവും ക്രിസ്തുവിൻ്റെ മനോഭാവവും തമ്മിൽ അത് പ്രതിഫലിപ്പിക്കണം എന്നാണ്. എന്ന് വെച്ചാൽ നമ്മുടെ മനോഭാവം ഷുഡ് റിഫ്ലക്റ്റ് ക്രൈസ്റ്റിൻ്റെ മനോഭാവം എന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥം വരുന്നത്. അപ്പോൾ വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടിയല്ല, മറ്റുള്ളവരുടെ സേവനത്തിന് വേണ്ടി ജീവിക്കുക എന്നാണ് ഈ ഒരു വാക്യത്തിന് അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന 5-ാം വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഗ്രീക്ക് പദം എന്ന് പറയുന്നത് ഫ്രോണിയോ എന്നാണ്. അപ്പോൾ ഈ ഫ്രോണിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റിറ്റ്യൂഡ്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോഭാവം, അല്ലെങ്കിൽ സ്വഭാവം, അല്ലെങ്കിൽ ചിന്തിക്കുന്ന രീതി. അപ്പോൾ എന്തായിരുന്നു ക്രിസ്തുവിൻ്റെ മനോഭാവം? നമ്മൾ ഇത്രയും കേട്ടിട്ട് നമുക്ക് എന്താ ക്രിസ്തുവിൻ്റെ മനോഭാവത്തെക്കുറിച്ച് മനസ്സിലാകുന്നത്? ക്രിസ്തുവിൻ്റെ മനോഭാവം എന്ന് പറഞ്ഞാൽ എന്താ? നിസ്വാർത്ഥമായ വിനയം എന്നുള്ളതാണ്. അപ്പോൾ ഈ നിസ്വാർത്ഥമായ വിനയം നമ്മളും അനുകരിക്കണം എന്നുള്ളതാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ക്രിസ്തീയ ജീവിതം സ്വയം ഉയർത്തലല്ല, മറിച്ച് അത് മറ്റുള്ളവരെ സേവിക്കലാണ് എന്നുള്ളത് നമ്മൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. 6-7 വരെ ഉള്ള വാക്യങ്ങൾ, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത്, 8-ാമത്തെ വാക്യം പറയുന്നുണ്ട്, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അപ്പോൾ ഇവിടെ പൂർണ്ണമായും ദൈവമായിരുന്നിട്ടും യേശു തൻ്റെ ദൈവിക പദവികൾ മുറുകെ പിടിച്ചില്ല എന്നാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. താൻ പൂർണ്ണ ദൈവമായിരുന്നു, എന്നിട്ടും തൻ്റെ ദൈവിക പദവികൾ കർത്താവായ യേശു ക്രിസ്തു ഒരിക്കലും മുറുകെ പിടിച്ചില്ല, മറിച്ച് ഒരു ദാസനായി തീർന്നുകൊണ്ട് തന്നെത്താൻ താഴ്ത്താൻ തീരുമാനിച്ചു. അപ്പോൾ ഇവിടെ നിന്ന് ഉള്ള അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, യഥാർത്ഥ താഴ്മ എന്നത് നമ്മുടെ വ്യക്തിത്വത്തെ നഷ്ടപ്പെടുത്താനല്ല, മറിച്ച് നമ്മുടെ വ്യക്തിപരമായ പദവികളെ
മനസ്സോടെ മാറ്റി വെക്കുന്നതിലാണെന്നാണ് അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഇപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര വ്യക്തമാവില്ല, എങ്കിൽ ഞാനതൊന്ന് ക്ലിയർ ആക്കി തരാം. കാരണം ഇത് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു ഹെഡിങ് ഒന്ന് ഇട്ട് തന്നതാണ്. അപ്പം 6-ാം വാക്യം നമ്മളോട് പറയുന്നത് അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ എന്ന് വെച്ചാൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം മോർഫെ എന്നാണ്, എന്ന് വെച്ചാൽ ഫോം എന്നാണ്, രൂപം എന്നാണ്. അപ്പോൾ അവൻ ദൈവരൂപത്തിലിരിക്കുക എന്ന് വെച്ചാൽ അവൻ ദൈവമായിരുന്നു എന്നാണ് അത് നമ്മളോട് പറയുന്നത്. അപ്പോൾ അവൻ്റെ ദൈവിക പദവികൾ അതിനോട് മുറുകെ പിടിച്ചില്ല എന്നുള്ളതാണ് പറയുന്നത്. വേറെ നമുക്ക് ഇത് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ദൈവിക പദവികൾ എന്താണെന്നുള്ളതൊന്ന് മനസ്സിലാക്കണം. കാരണം ദൈവം എന്ത് വലിയ ത്യാഗമാണ് ചെയ്തതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊന്നും മനസ്സിലാക്കണം, എന്താണ് ഈ ഒഴിച്ചേക്കുന്നത് എന്നുള്ളത്. 7-ാം വാക്യത്തിൽ, ഇംഗ്ലീഷിലെ 7-ാം വാക്യവും മലയാളത്തിൽ 8-ാം വാക്യത്തിലുമാണ് ഉള്ളത്. 7-ൽ എംപ്റ്റീഡ് ഹിംസെൽഫ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു, അതേ രീതിയിൽ മലയാളം ബൈബിളിൽ അത് തന്നെത്താൻ ഒഴിച്ചു എന്ന് 8-ാം വാക്യത്തിൽ പറയുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്രീക്ക് പദം എന്ന് പറയുന്നത് എക്കനോസൻ എന്നാണ്. എക്കനോസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൂന്യമാകപ്പെട്ടിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഈ എക്കനോസൻ എന്ന് പറഞ്ഞ ഈ പദമാണ് കീനോസിസ് എന്ന് പറഞ്ഞൊരു ആശയത്തിൻ്റെ ഒരു അടിസ്ഥാനം. എന്താണ് കീനോസിസ്? കീനോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ദൈവിക പദവികൾ മനഃപൂർവ്വമായി ഉപേക്ഷിച്ച് ഒരു മനുഷ്യരൂപവും ഒരു ദാസൻ്റെ സ്വഭാവവും സ്വീകരിച്ചു എന്നുള്ളതാണ്. തൻ്റെ ദൈവിക പദവികൾ മനഃപൂർവ്വം വോളണ്ടറി നോൺ യൂസ് ഓഫ് ഹിസ് ഡിവൈൻ ആട്രിബ്യൂട്ട്സ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്. തൻ്റെ ദൈവിക പദവികൾ മനഃപൂർവ്വമായി ഉപേക്ഷിച്ച് ഒരു മനുഷ്യരൂപവും ഒരു ദാസൻ്റെ സ്വഭാവവും സ്വീകരിച്ചു എന്നുള്ളതാണ്. ഈ ദാസൻ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ മലയാളത്തിൽ വളരെ സിമ്പിളാണ്, പക്ഷേ അതിൻ്റെ ഗ്രീക്ക് പദം എന്ന് പറയുന്നത് ഡുലോസ് എന്നാണ്. ഈ ഡുലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ലോവസ്റ്റ് പൊസിഷൻ ഇൻ എ കമ്മ്യൂണിറ്റിയാണ്. ഒരു സെർവൻറ്റ്, ഒരു സ്ലേവ്, ഒരു അടിമ തൻ്റെ യജമാനിന് കീഴ്പ്പെട്ടിരിക്കുന്നതാണ്. ആ യജമാനും പറയുന്ന പോലെ മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ വാക്ക് വരുമ്പോൾ അതിന് അത്ര ഒരു ഇമ്പാക്റ്റ് വരുന്നില്ല. പക്ഷേ ശരിക്കും ഈ ഡുലോസ് എന്ന് പറയുന്ന വാക്ക് കർത്താവ് ഏറ്റവും ലോവസ്റ്റ് പൊസിഷനാണ് എടുത്തേക്കുന്നത്. സകല മഹത്വത്തിലിരുന്ന കർത്താവ് ഈ ലോവസ്റ്റ് പൊസിഷൻ എടുത്തു. നമുക്ക് കടന്നു വരാം ഇതിനകത്തേക്ക്. അപ്പം ഇതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് കർത്താവിൻ്റെ ഈ ദൈവിക പദവികൾ എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം. എന്തൊക്കെയാണ് ദൈവിക പദവികൾ? നമുക്ക് കർത്താവിനെക്കുറിച്ച് അറിയാവുന്നത്, കർത്താവ് ദൈവമായിരിക്കെ കർത്താവിന് ചില ദൈവിക പദവികളുണ്ട്. അപ്പോൾ നമുക്ക് 1 by 1 ഡിസ്കസ് ചെയ്യാം. ആദ്യത്തേത് ദൈവിക മഹത്വം, ഡിവൈൻ ഗ്ലോറി. യേശു ദൈവരൂപത്തിൽ നിലനിന്നിരുന്നു. ദൈവിക സ്വഭാവത്തിൻ്റെ പൂർണ്ണ മഹത്വം അവനുണ്ടായിരുന്നു എന്നുള്ളത് യോഹന്നാൻ്റെ സുവിശേഷം 17:5 നമുക്ക് കാണാം. സകല മഹത്വത്തിലിരുന്ന കർത്താവ്. അതോടൊപ്പം തന്നെ സർവശക്തൻ അല്ലെങ്കിൽ ഒംനിപൊട്ടൻറ്റ്. യേശുവിന് സകല ശക്തിയും അധികാരവും ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മത്തായിയുടെ സുവിശേഷം 22:18 നമുക്ക് കാണാൻ കഴിയും. തൻ്റെ ഭൗമിക ശുശ്രൂഷയിൽ ഈ അധികാരം സ്വതന്ത്രമായി പ്രയോഗിക്കാതിരിക്കാൻ അവൻ സ്വമേധയെ തീരുമാനിച്ചു. ഹി വാസ് ഓൾ പവർഫുൾ, പക്ഷേ അത് ലിമിറ്റ് ചെയ്തു അവിടെ. അതോടൊപ്പം തന്നെ ഒംനീഷ്യൻസ് അല്ലെങ്കിൽ സർവജ്ഞാനി. ദൈവം എന്ന നിലയിൽ യേശുവിന് എല്ലാ അറിവും ജ്ഞാനവും ഉണ്ടായിരുന്നു. കൊളോസ്യർ 2:3 നമുക്കത് കാണാൻ കഴിയുന്നു. എന്നിരുന്നാലും തൻ്റെ സർവജ്ഞാനത്തിൻ്റെ സ്വതന്ത്രമായ ഉപയോഗം അവൻ സ്വമേധയെ നിയന്ത്രിച്ചു. ഇപ്പോൾ നമുക്ക് മാർക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് ജസ്റ്റ് ഒന്ന് കടക്കാം. ജസ്റ്റ് ആ വാക്യം മാത്രം ഒന്ന് വായിക്കുന്നുള്ളൂ, നിങ്ങൾക്കത് മനസ്സിലാവും. 13:32 ഇങ്ങനെ പറയുന്നു, ആ നാളും നാഴികയും സംബന്ധിച്ചോ പിതാവല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. ഈ വാക്യമാണ് പ്രിയരെ പലപ്പോഴും പലവരും കർത്താവിൻ്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്യമാണിത്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ താൻ അതിനെ ലിമിറ്റ് ചെയ്തതാണ് ആ സമയത്തേക്ക് വേണ്ടി. ദാറ്റ്സ് ഓൾ. ദൈവത്തിന് അതിനെക്കുറിച്ച് അറിവില്ലാത്തതല്ല. ആ സമയത്ത് തൻ്റെ ഈ ഭൗമിക ശരീരത്തിൽ അതിനൊന്ന് ലിമിറ്റ് ചെയ്തത് മാത്രമാണ്. നാലാമതായിട്ട് ഒംനി പ്രസൻസ് എന്ന് വെച്ചാൽ എല്ലായിടത്തും സന്നിഹിതൻ. ദൈവം എന്ന നിലയിൽ യേശു എല്ലായിടത്തും സന്നിഹിതനായിരുന്നു. എന്നാൽ തൻ്റെ മനുഷ്യരൂപത്തിൽ താനൊരു ഭൗതിക ശരീരം സ്വീകരിച്ചു. യോഹന്നാൻ്റെ സുവിശേഷം 1:14 പറയുന്നു, ഒരു ഫിസിക്കൽ ബോഡി സ്വീകരിച്ചു. അതുകൊണ്ട് എല്ലായിടത്തും പിന്നെ പ്രസൻ്റ് ആവാൻ പറ്റിയില്ല. അതോടൊപ്പം തന്നെ നമുക്കിതും വായിക്കാൻ പറ്റും, ദൂതന്മാരിൽ നിന്നും എല്ലാ സൃഷ്ടികളിൽ നിന്നും യേശുവിന് ആരാധന ഉചിതമായി ലഭിച്ചു എന്ന് നമ്മൾ എബ്രായർ 1:6 നമ്മൾ വായിക്കുന്നു. ആറാമത്തതായി ഇമ്മോർട്ടാലിറ്റി അല്ലെങ്കിൽ എറ്റേണൽ ലൈഫ് അല്ലെങ്കിൽ അനശ്വരത്വം എന്ന് വെച്ചാൽ ദൈവം എന്ന നിലയിൽ യേശുവിന് തന്നിൽ നിത്യജീവൻ ഉണ്ടായിരുന്നു, മരണത്തിന് വിധേയനായിരുന്നില്ല. പ്രിയരെ, ഇനി നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം പദവികളിൽ ഇരുന്ന ഒരു കർത്താവ് എന്തിന്
ഒരു മനുഷ്യരൂപം എടുത്തു ഒരു ദാസനെ പോലെ ആയി തീർന്നു എന്നുള്ളതാണ്. ഇത്തരം പദവികൾ, നമുക്കൊക്കെ ഇത്തരം പദവികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊക്കെ വലിയ ആൾക്കാരായേനെ. നമുക്കൊന്നും ഒരിക്കലും ഇതിനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. പക്ഷെ കർത്താവായ യേശു ക്രിസ്തു അങ്ങനെയല്ലായിരുന്നു. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ഈ പദവികളാണ് തന്നെത്താൻ ഒഴിച്ചപ്പോൾ മനഃപൂർവ്വമായിട്ട് ഉപേക്ഷിച്ചത്. ഈ പദവികളാണ് പ്രിയരെ, അത് നമ്മളെല്ലാവരും കർത്താവ് സ്നേഹിച്ചതുകൊണ്ടാണ്. സ്നേഹിച്ചിട്ട് എന്താണ് ചെയ്തത്? ഈ ഡിവൈൻ ആട്രിബ്യൂട്ട്സ് ഉപേക്ഷിച്ചിട്ട് എന്താണ് ചെയ്തത്? അത് നമുക്കൊന്ന് ചിന്തിക്കാം ഇനി. അപ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 2:7 നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, കർത്താവായ യേശു ക്രിസ്തു വളരെ എളിയ സാഹചര്യങ്ങളിൽ ഒരു ജൂയിഷ് ബേബി ആയിട്ട്, ഒരു കൈക്കുഞ്ഞായിട്ട് ജനിച്ചു. വളരെ എളിയ സാഹചര്യങ്ങളിൽ, കിടത്താൻ സ്ഥലം പോലും ഉണ്ടായതില്ല. പശുത്തൊഴുത്തിലാണ് കിടത്തിയിരുന്നതെന്നാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. പ്രിയരെ, ഇത്രയും മഹത്വത്തിലിരുന്ന കർത്താവിന് ഒരു കൊട്ടാരത്തിലായിരുന്നില്ലേ ജനിക്കേണ്ടിയിരുന്നത്? പക്ഷേ തൻ്റെ വിനയത്തിൽ കർത്താവ് ഏറ്റവും എളിയ സാഹചര്യങ്ങളിലാണ് ജനിച്ചതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ താനൊരു ദാസനെ പോലെയാണ് ജീവിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ദാസൻ്റെ അർത്ഥം പറഞ്ഞു, ഡുലോസ് എന്നുള്ള വാക്കാണ്. ഡുലോസ് എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയിലെ ഏറ്റവും ലോവസ്റ്റ് ഒരു പൊസിഷനാണ്. താൻ മറ്റുള്ളവരെ ഭരിക്കാനല്ല ഭൂമിയിലേക്ക് വന്നത്, മറിച്ച് മറ്റുള്ളവരെ സേവിക്കാൻ വേണ്ടി വന്നതാണെന്നുള്ളൊരു എക്സാമ്പിൾ അവിടെ കർത്താവ് നമ്മുടെ മുമ്പിൽ വെച്ച് തന്നു. അതോടൊപ്പം തന്നെ മാനുഷികമായ വികാരങ്ങൾക്ക് കർത്താവ് വിധേയനായി. എന്തൊക്കെ വികാരങ്ങൾ? കർത്താവിന് വിശപ്പുണ്ടായിരുന്നു, ദാഹമുണ്ടായിരുന്നു, കർത്താവ് ടയേർഡായി. അതുപോലെ നമുക്ക് വായിക്കാനും കഴിയും, യേശു കണ്ണീർ വാർത്തു എന്നുള്ളത് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മാനുഷിക വികാരങ്ങൾ കർത്താവിനുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വളരെ എളിയ ജീവിത ശൈലിയാണ് കർത്താവായ യേശു ക്രിസ്തു ഫോളോ ചെയ്തത്. താനൊരു കാർപ്പൻ്ററായിരുന്നു അല്ലേ? അങ്ങനെയല്ല നമ്മൾ വായിക്കുന്നത്. കാർപ്പൻ്ററായിരുന്നു, ഒരു മേസ്ത്രി അല്ലേ? കർത്താവിന് വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ പൊസിഷന്, അവിടുത്തെ വലിയ പള്ളികളിൽ വലിയ ലീഡറായിട്ട് അവിടെ ഇരിക്കാമെന്ന് ചെയ്തില്ല. പക്ഷേ ഒരു മേസ്ത്രി ആയിട്ടാണ് അവിടെ ഇരുന്നത്. അതോടൊപ്പം തന്നെ 8-ാം വാക്യത്തിലോട്ട് വരുമ്പോൾ കർത്താവ് മരണത്തോളം അനുസരണമുള്ളവനായിരുന്നു എന്നുള്ളതാണ്. അവൻ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായിരുന്നു. അവൻ പിതാവിനെ അനുസരിക്കുന്നവനായിരുന്നു. അപ്പോൾ 8-ാം വാക്യത്തിലോട്ട് നമ്മൾ വന്നു കഴിയുമ്പോൾ അവിടെ കർത്താവിൻ്റെ വിനയത്തിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിയിൽ എത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ന് വെച്ചാൽ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് ഓഫ് ക്രൈസ്റ്റ്സ് ഹ്യൂമിലിറ്റി, കർത്താവിൻ്റെ വിനയം ഏറ്റവും ഉച്ചസ്ഥായിയിലെത്തി എന്നാണ് നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അനുസരണത്തിലൂടെയാണ് നമുക്ക് താഴ്മ തെളിയിക്കപ്പെടുന്നത്. പ്രയാസകരമാണെങ്കിലും നാം ദൈവഹിതത്തിന് കീഴടങ്ങി കഴിയുമ്പോഴാണ് നമ്മളുടെ അനുസരണവും താഴ്മയും അവിടെ വെളിപ്പെടുന്നതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു വെറുതെ ഒരു മനുഷ്യൻ മാത്രമല്ല അവിടെ ആയത്, താൻ ഏറ്റവും താഴ്ന്ന നിലയിൽ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. ഈ ക്രൂശിലെ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ അത് അന്നത്തെ കാലത്ത് ഏറ്റവും ഒരു നാണം കെട്ടതും ശപിക്കപ്പെട്ടതും ഏറ്റവും വേദനയേറിയ ഒരു മരണമായിരുന്നു. നമുക്ക് ആവർത്തന പുസ്തകത്തിലോട്ട് നമ്മൾ കടക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, മരത്തിൽ തൂക്കപ്പെട്ടവൻ ദൈവത്താൽ ശപിക്കപ്പെട്ടവനെന്നാണ്. ആ ശാപമായി വരെ കർത്താവ് അവിടെ, ശപിക്കപ്പെട്ടവനായിട്ട് വരെ കർത്താവ് അവിടെ തീർന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യഥാർത്ഥ വിനയം എന്നാൽ ദൈവത്തോടുള്ള പൂർണ്ണമായ അനുസരണമാണ്. അത് കഷ്ടപ്പാടിലേക്ക് നയിച്ചാൽ പോലും. അപ്പോൾ നമുക്ക് ആ മരണസമയത്തുള്ള കർത്താവിൻ്റെ ആ വിനയം എന്തെന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. മത്തായിയുടെ സുവിശേഷം 27 തൊട്ട് 31 വരെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ കർത്താവിനെ ക്രൂശിച്ചുകൊണ്ടിരിക്കുമ്പോൾ പടയാളികൾ പല രീതിയിൽ കർത്താവ് യേശു ക്രിസ്തുവിനെ പരിഹസിച്ചു. കർത്താവിനെന്താ, പിതാവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ദൂതന്മാരെ അയച്ചുകൂടെ? നമ്മളൊക്കെ ആണെങ്കിൽ ചെയ്താനല്ലേ? നമ്മളൊക്കെ ആരെങ്കിലുമൊക്കെ ഒന്ന് പരിഹസിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ്, നമ്മളിപ്പോൾ സെറ്റാക്കി തരാമെന്നുള്ളത് നമ്മൾ പറയും. പക്ഷേ കർത്താവ് എന്താ ചെയ്തത്? കർത്താവ് മൗനം പാലിച്ചു. അവിടെ കർത്താവിനെ പരിഹസിച്ചോട്ടെ എന്ന് വിചാരിച്ചു. എന്നിട്ട് എന്താ പ്രാർത്ഥിച്ച അവിടെ? പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. പ്രിയരെ, നമുക്ക് ആ മനോഭാവം ഉണ്ടോ? നമ്മളെ ആരെങ്കിലും ഉപദ്രവിക്കുമ്പോൾ, പ്രിയരെ ഇവർ ചെയ്യുന്ന ഇവർക്കൊന്നും അറിയില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയണമെന്ന് നമ്മൾ ശരിയാക്കി തരാം എന്നല്ലേ നമ്മളൊന്ന് മനസ്സിൽ വിചാരിക്കുകയുള്ളൂ അല്ലേ? പക്ഷേ കർത്താവ് നമ്മുടെ മുമ്പിൽ മാതൃക വെച്ചിട്ടുള്ളത് എന്താ? ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ളത്. കർത്താവിനെ അടിച്ചും തുപ്പിയും അടിച്ചും ഒരു വല്ലാത്തൊരു അവസ്ഥയിലാക്കിയിട്ടേക്കാണ്. അവിടെ നിന്നാണ് കർത്താവ് പറയുന്നത് ഇവരോട് ക്ഷമിക്കണമേ എന്ന്. നമുക്ക് എത്ര പേർക്ക് അത് കഴിയുന്നുണ്ട്? നമുക്കൊരു ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ എത്ര നാൾ സംസാരിക്കാണ്ടിരിക്കും? ഒരു ചെറിയ പ്രശ്നം പോരെ, അവിടെ അടിക്കുകയും തുപ്പയും അതുപോലെ അവസാനം ഈ കൊല്ലാൻ വേണ്ടിയല്ലേ കയറ്റിയത്.
അപ്പോൾ കർത്താവ് ഇത്രയും വലിയ ഒരു ത്യാഗമാണ്. കർത്താവിൻ്റെ വിനയത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അത്. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. കർത്താവ് ക്ഷമിക്കുന്ന കർത്താവാണ്. അപ്പോൾ നമ്മൾ ഇനിയും അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് എന്താണ് സംഭവിച്ചതെന്നുള്ളതും കൂടി നമ്മളൊന്ന് ചിന്തിക്കാൻ പോവുകയാണ്. അപ്പോൾ 9 തൊട്ട് 11 വരെ എന്ന് പറയുന്ന വാക്യങ്ങൾ, അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തെങ്കിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്നും പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ നമുക്ക് അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, യേശു തന്നെത്താൻ താഴ്ത്തിയപ്പോൾ പിതാവ് അവനെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തേക്ക് ഉയർത്തി. എന്ന് വെച്ചാൽ നാം നമ്മെ തന്നെ താഴ്ത്തുമ്പോൾ ദൈവം തൻ്റെ സമയത്ത് നമ്മെ ഉയർത്തുമെന്നുള്ളൊരു മെസ്സേജാണ് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്നുള്ളത്. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഗ്രീക്ക് പദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പർ ഉപ്സോ എന്നാണ്. ഹൈപ്പർ ഉപ്സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ എക്സോൾട്ടഡ്, ഏറ്റവും ഉന്നതിയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥം വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്തത്? കർത്താവിനെ മരണത്തിൽ നിന്നും ഉയർപ്പിച്ചു. താൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. താൻ ഇന്ന് പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. ആമേൻ, സ്വതം. ആൻഡ് അത് മാത്രമല്ല, കർത്താവിന് ഒരു യുണീക്കായിട്ടുള്ളൊരു പേര്, അതുല്യമായൊരു പേര്, ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു പേര്, അവൻ്റെ പരമോന്നത അധികാരത്തെ കാണിക്കുന്ന ഏറ്റവും ഉന്നതമായിട്ടുള്ള പേര് ആണ് കർത്താവിന് കൊടുത്തത് അതിന് ശേഷം. അപ്പോൾ ഇവിടെ 11-ാം വാക്യത്തിൽ കിറിയോസ് എന്നുള്ള ഒരു ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ലോർഡ് എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ കർത്താവ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥം വരുന്നത്. അപ്പോൾ ബിബിക്കൽ സ്കോളേഴ്സ് വിശ്വസിക്കുന്ന ഈ ഒരു വാക്കിൻ്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ യേശുവിന് എല്ലാ സൃഷ്ടികളുടെയും മേലുള്ള പരമാധികാരം ഉണ്ടെന്നാണ് ഈ ഒരു വാക്യം അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. കിറിയോസ് എന്നുള്ള വാക്ക്, ലോർഡ് അല്ലെങ്കിൽ കർത്താവ് എന്നുള്ള വാക്ക്. അപ്പോൾ എന്താ സംഭവിച്ചേ? കർത്താവിന് എന്ത് പേരാണ് കിട്ടിയത്? എല്ലാ നാവും പാടിയിടും, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിയിടും, യേശു മാത്രം കർത്താവെന്ന്. ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു പൊസിഷൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ ഹ്യൂമിലിറ്റിയിലൂടെ, ഈ വിനയത്തിലൂടെ പിതാവായ ദൈവം കർത്താവിന് നൽകി എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയും. പ്രിയരെ, ഇതൊരു പ്രവചനത്തിൻ്റെ നിവൃത്തിയും കൂടിയാണ്. യെശയ്യാവ് 45:23 എന്നുള്ളതിൻ്റെ ഒരു നിവൃത്തീകരണവും കൂടിയാണ്. ഇവിടെ ക്രിസ്തു യഹോവയോട് ദൈവിക മഹത്വത്തിൽ പങ്കുചേരുമെന്ന് കാണിക്കുന്നു. യെശയ്യാ 45:23. ഇതിൻ്റെ ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾ ഒന്നേ ഉള്ളൂ. മത്തായിയുടെ സുവിശേഷം 23:12. തന്നെത്താൻ ഉയർത്തുന്നവൻ എല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും എന്നുള്ള ബിബ്ലിക്കൽ പ്രിൻസിപ്പിളാണ്. ഇതിൽ നമുക്ക് ഒന്ന് മാത്രമേ ഉള്ളൂ, മുകളിലേക്കുള്ള വഴി താഴോട്ടാണെന്നുള്ള ഒരു മെസ്സേജാണ് നമുക്ക് ഇന്നിവിടെ ഉള്ളത്. മുകളിലേക്കുള്ള വഴി നമ്മൾ മുകളിലേക്ക് പോകാമെന്നല്ല, നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തണം എന്നുള്ളൊരു മെസ്സേജാണ് ഇന്ന് നമുക്കിതിൽ നിന്ന് ലഭിക്കാനുള്ളത്. വേറെ ഇത് ഇത്തരം ഡീറ്റെയിൽ ആയിട്ട് ഇത് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ഇടയിലൊരു ഭിന്നിപ്പുണ്ടായിരുന്നു, സഭയ്ക്കിടയിൽ ഒരു ഭിന്നിപ്പുണ്ടായിരുന്നു. അതിൻ്റെ സൊല്യൂഷനാണ് വിനയം എന്നുള്ളത്. സ്നേഹത്തിലും വിനയത്തിലും മാത്രമേ നമുക്ക് എന്തൊരു പ്രയാസം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തൊരു പ്രതികൂലം ഉണ്ടെങ്കിലും നമുക്ക് അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സ്നേഹവും വിനയവും തന്നെയാണ്. വിനയം വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം സ്നേഹിക്കാൻ പറ്റണം. കർത്താവ് നമ്മളെ സ്നേഹിച്ചുകൊണ്ടാണ് തന്നെ താഴ്ത്തി ഇങ്ങനെ തന്നെത്താൻ ഒഴിച്ചു. ഞാനിപ്പോൾ ഇതൊന്ന് ചിന്തിക്കുകയാണ്, നമുക്കൊക്കെ പേഴ്സണലി ഇത് പറ്റുമോ? നമുക്കൊക്കെ കർത്താവ് നമ്മുടെ മുമ്പിൽ ഇത്രയും വലിയൊരു മാതൃക വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ സുവിശേഷമാണ് മറ്റുള്ളവരിലേക്ക് നമ്മൾ അറിയിക്കുന്നത്. എന്നിട്ട് നമുക്കിത് കഴിയുന്നുണ്ടോ ഇല്ല എന്നുള്ളതും കൂടി നമ്മളൊന്ന് ചിന്തിക്കണം. നമ്മൾ അവനെ അനുകരിക്കണം. ഇന്നും നമ്മൾ സംസാരിച്ചപ്പോൾ നമ്മൾ പലപ്പോഴായിട്ടത് പറഞ്ഞു, അവനെ അനുകരിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഇതുപോലത്തെ വിനയം നമ്മളത് അനുകരിക്കുന്നുണ്ടോ? അപ്പോൾ നമുക്കൊന്ന് നോക്കാം, ഇത് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്ന് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഒന്ന്, നമുക്ക് എളിയ മനോഭാവം നമുക്ക് പരിശീലിക്കുക എന്നുള്ളതാണ്. കർത്താവ് നമ്മുടെ മുമ്പിൽ ഏറ്റവും നല്ല മാതൃക കാണിച്ചു. സകല മഹത്വത്തിലിരുന്ന കർത്താവ് തൻ്റെ എളിയ മനോഭാവത്തിൽ ഒരു മനുഷ്യനായി ഒരു ദാസരൂപം എടുത്തു എന്നുള്ളതും ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പം നമ്മളും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യണം. ഇത് നാച്ചുറലി ഒരിക്കലും ആർക്കും വരാൻ പോകുന്നില്ല. ഇതൊരിക്കലും ആർക്കും നാച്ചുറലി വരാൻ പോകുന്നില്ല. എളിയ മനോഭാവം ആർക്കും വരാൻ പോകുന്നില്ല. നമ്മൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും സ്വയത്തെക്കുറിച്ച് ഒരുപാട് ചിന്തകളുണ്ട്. പേര് ആ സ്വയത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഉള്ളതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് മറ്റുള്ളവരെ ഒന്ന് സേവിക്കാനുള്ളൊരു സമയം പോലും നമുക്ക് കിട്ടില്ല. കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങാനുള്ള സമയം നമുക്ക് കിട്ടുന്നില്ല. സ്വയത്തെക്കുറിച്ച് ചിന്തിക്കുന്നതാണ്. എൻ്റെ ജോലി, എൻ്റെ കുടുംബം, എൻ്റെ ഇത്. ബട്ട്
നമ്മളൊന്ന് എളിയ മനോഭാവം ഒന്ന് പരിശീലിക്കണം എന്നുള്ളത്. കർത്താവ് വിനയനായിരുന്നു, അപ്പം നമ്മളും അതുപോലെ തന്നെ ആയിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ എളിയ സാഹചര്യങ്ങളിൽ നമ്മൾ സേവിക്കാനും നമ്മളൊന്ന് തയ്യാറായിരിക്കണം. കർത്താവ് അങ്ങനെയായിരുന്നു, എളിയ സാഹചര്യങ്ങളിലായിരുന്നു എല്ലായിടത്തും സേവിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ നമ്മുടെ അവകാശങ്ങളും നമ്മളുടെ പദവികൾക്കും വേണ്ടി നമ്മൾ പോരാടുന്നുണ്ടെങ്കിൽ നമ്മളത് മാറ്റി മറ്റുള്ളവർക്ക് വേണ്ടി മനസ്സോടെ അവരെ വിട്ടുകൊടുക്കണം. അങ്ങനെ മാത്രമേ നമുക്ക് ഒരു എളിയ മനോഭാവത്തിലേക്ക് നമുക്ക് കടക്കാൻ കഴിയുള്ളൂ. കർത്താവ് അതിൻ്റെ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഓൾറെഡി ഒരുപാട് പ്രാവശ്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ കർത്താവിൻ്റെ എക്സാമ്പിൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ആ എളിയ മനോഭാവം നമ്മളൊന്ന് പരിശീലിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ രണ്ടാമതായിട്ട് മറ്റുള്ളവരെ നമ്മൾ നിസ്വാർത്ഥമായിട്ട് സേവിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെല്ലാവരും പലപ്പോഴും പലവരെയും സഹായിക്കുന്നുണ്ട്, അല്ലേ? നമ്മളെല്ലാം നല്ല ആൾക്കാരാവാൻ നോക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അതിൻ്റെ റെക്കഗ്നീഷൻ വേണം. അത് 4 ആൾക്കാർ അതിനെക്കുറിച്ച് പറയണം, എങ്കിൽ മാത്രമേ നമ്മൾ സഹായിക്കുകയുള്ളൂ എന്നുള്ള മനോഭാവത്തിലാണ് നല്ലൊരു ശതമാനം. മീൻസ് ഇപ്പം ഞാൻ പറയാമല്ലോ, ഞാൻ ഉൾപ്പെടെ എല്ലാവരും. ഓക്കെ, അപ്പോൾ കർത്താവിൻ്റെ മനോഭാവം അതായിരുന്നില്ല. നിസ്വാർത്ഥമായിട്ട് സേവിക്കുക, തിരികെ ഒന്നും ലഭിക്കില്ല എന്നുള്ള ഉറപ്പോടെ സേവിക്കുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കർത്താവിനെ അറിയായിരുന്നു. കർത്താവ് പിടിക്കപ്പെടാൻ ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരുത്തൻ ഒറ്റയ്ക്ക് കൊടുക്കും, വേറെ ചിലർ തള്ളി പറയുമെന്നുള്ളത് കർത്താവിന് അറിയാം. എങ്കിലും കർത്താവ് സേവിക്കാൻ തീരുമാനിച്ചു. എന്തുകൊണ്ടാണ് തീരുമാനിച്ചത്? അതിൻ്റെ ഒരു റീസൺ ഇതും കൂടിയാണ്, നമുക്കൊരു മാതൃക വെച്ചുതരാനും കൂടിയാണ്. സ്നേഹം ഉണ്ടായിരുന്നു, അവരെ സെർവ് ചെയ്യാനുള്ള മനോഭാവം ഉണ്ടായിരുന്നു, പിതാവിൻ്റെ ഇഷ്ടം ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്കൊരു മാതൃകയും കൂടി വെച്ചിട്ട് പോയതാണ് കർത്താവായ യേശു. അപ്പം മറ്റുള്ളവരെ നമ്മൾ നിസ്വാർത്ഥമായിട്ട് സേവിക്കുക. അതിന് നമുക്ക് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് വേ ടു ഡു ഇറ്റ് നമ്മുടെ കുടുംബത്തിൻ്റെ ഉള്ളിൽ, നമ്മുടെ സഭയിൽ, നമ്മുടെ പല ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളും, സ്പെഷ്യലി നമ്മൾ ഭാര്യ ഭർത്താവ് ബന്ധത്തിൻ്റെ ഇടയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിസ്വാർത്ഥമായിട്ട് സേവിക്കാൻ നമുക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ, തിരികെ ഒന്നും പ്രതീക്ഷിക്കാണ്ട് നമുക്ക് സേവിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്നേഹത്തോടെ ആയിരിക്കാം. ഭാര്യയ്ക്കും ഭർത്താവിനും നല്ല സ്നേഹത്തോടെ പല വിഷയങ്ങൾക്കുള്ള ഒരു ഉത്തരമാണ് നമ്മൾ നിസ്വാർത്ഥമായിട്ട് സേവിക്കുക എന്നുള്ളത്. സഭയിൽ നമ്മൾ തമ്മിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ തിരികെ പ്രതീക്ഷിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ബുദ്ധിമുട്ടുള്ളത്. തിരികെ പ്രതീക്ഷിക്കാണ്ടൊന്ന് സേവിച്ച് നോക്കിക്കുക. പുറമേ കാണുന്ന ആൾക്കാർ പറയും ആ സഭയ്ക്ക് എന്തോ പ്രത്യേകതയുണ്ട്, അവിടുത്തെ ആൾക്കാർക്ക് എന്തോ പ്രത്യേകതയുണ്ട്, ഈ കുടുംബത്തിന് എന്തോ പ്രത്യേകതയുണ്ട് എന്നുള്ളത് പറയും. മൂന്നാമതായിട്ടും നമുക്ക് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് മനസ്സോടെ സമർപ്പിക്കാം. യേശു എപ്പോഴും തൻ്റെ പിതാവിൽ ആശ്രയിച്ചിരുന്നു. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ടോ? അതോ നമ്മൾ നമ്മുടെ സ്വയം ശക്തിയിലാണോ ആശ്രയിക്കുന്നത്? നമ്മളെന്തൊക്കെയോ ആണ്, നമുക്ക് ഇപ്പോൾ വചനം കുറേ അറിയാം, അതുകൊണ്ട് നമ്മൾ നല്ല ക്രിസ്ത്യാനിയാണ്, നമ്മൾ തിയോളജിക്കലി ഭയങ്കര സൗണ്ടാണ്, അതുകൊണ്ട് നമ്മൾ നല്ല ക്രിസ്ത്യാനികളാണെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ? വി ആർ നെവർ ഗുഡ് ക്രിസ്ത്യൻസ് അണ്ടിൽ നമ്മൾ തിയോളജിക്കലി ഭയങ്കര സൗണ്ടാണ്, പക്ഷേ പുട്ട് ഇൻ ടു പ്രാക്ടീസിൽ എത്രത്തോളമാണ്, നമ്മൾ എത്രത്തോളം അതിനെ പ്രാവർത്തികമാക്കുന്നുണ്ടെന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കുക പ്രിയരെ. നമ്മൾ നമ്മുടെ സ്വയത്തിലാണോ നമ്മൾ ആശ്രയിക്കുന്നത്, അതോ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചാണോ കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. കർത്താവ് തൻ്റെ പിതാവിനോട് അനുസരണമുള്ളവനായിരുന്നു. നമുക്കും അതുപോലെ ദൈവത്തോട് അനുസരണമുള്ളവനായി തീരാം. നാലാമത്തത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, നമ്മൾ എന്നും ഐക്യത്തിനും നിരപ്പിനും വേണ്ടി പ്രാധാന്യം കൊടുക്കുക. പ്രിയരെ, ഈ ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ ഒരു ഐക്യത്തിനുള്ള ഒരു ആഹ്വാനത്തോടെയാണ്. അപ്പോൾ നമ്മൾ സഭയായിട്ട് നമുക്ക് വീണ്ടും അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം 32-ാം വാക്യത്തിലൂടെ നമ്മൾ പോകുമ്പോൾ ഏക ഹൃദയവും ഏക മനസ്സും എന്ന് പറയുന്ന പോലെ ഒരു സഭ. അപ്പോൾ അതുപോലെ ആ ഏക ഹൃദയത്തിനും ഏക മനസ്സോടെയുള്ളൊരു സഭയായിട്ട് നമുക്ക് മാറാം. നമുക്ക് ആ ഒരു ഐക്യതയ്ക്ക് വേണ്ടി നമുക്ക് മുന്നേറാം, ആ ഒരു സ്നേഹത്തിന് വേണ്ടി നമുക്ക് മുന്നേറാം, നല്ലൊരു സാക്ഷ്യത്തിന് വേണ്ടി നമുക്ക് മുന്നേറാം. കാരണം ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മൾ സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ ഒരു കോൺഫ്ലിക്ട്സ് റിസോൾവ് ചെയ്യണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു നിരപ്പ് നമ്മൾ അതിനകത്ത് കൊണ്ടുവരാം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മൾ ആ ഒരു ഐക്യത്തിനും നിരപ്പിനുള്ള ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അഞ്ചാമതായിട്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നിങ്ങളുടെ പ്രവൃത്തിയിൽ ക്രിസ്തുവിനെ അനുകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 5-ാം വാക്യം തുടങ്ങുന്നതന്നെ ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ആക്ഷൻസ് റിഫ്ലക്റ്റ് ചെയ്യണം.
ആ, 1 യോഹന്നാൻ 2:6 ഇങ്ങനെ പറയുന്നു, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. അവനിൽ വസിക്കുന്നവൻ അവൻ നടക്കേണ്ടതുപോലെ നടക്കേണ്ടതാകുന്നു എന്ന് വെച്ചാൽ നമ്മൾ കർത്താവിനെ പോലെ നടക്കേണ്ടവരാണ്. നമ്മൾ വേറെ ആരെയും പോലെ നടക്കേണ്ടതല്ല. അപ്പോൾ ഇപ്പോൾ നമ്മളൊന്ന് സ്വയം ഒന്ന് ചോദിച്ചു നോക്കിക്കേ, എന്നെ കണ്ടു കഴിഞ്ഞാൽ ദേ കർത്താവ് നടക്കുന്ന പോലെയാണോ നമ്മൾ നടക്കുന്നത്? നമുക്ക് എല്ലാം കർത്താവിനെ പോലെ ആകാൻ പറ്റില്ല, പക്ഷേ എങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മുടെ സൈഡിൽ നിന്നുള്ളൊരു ശ്രമം, നമ്മളെ കണ്ടു കഴിഞ്ഞാൽ കർത്താവിൻ്റെ നല്ല സാക്ഷികളാണെന്ന് എല്ലാവരും പറയുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഈ സമയത്ത് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. അപ്പോൾ ഞാൻ 5 കാര്യങ്ങൾ പറഞ്ഞു ഇവിടെ. ദാറ്റ് ഈസ്, 1, നമ്മൾ എളിയ മനോഭാവം പരിശീലിക്കുക എന്നുള്ളത്. 2-മത്തത് മറ്റുള്ളവരെ നിസ്വാർത്ഥമായിട്ട് സേവിക്കുക എന്നുള്ളത്. 3-മത്തത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് മനസ്സോടെ സമർപ്പിക്കുക എന്നുള്ളത്. 4-മത്തത് ഐക്യത്തിനും നിരപ്പിനും പ്രാധാന്യം കൊടുക്കുക എന്നുള്ളത്. 5-മത്തത് നമ്മളുടെ പ്രവൃത്തിയിൽ ക്രിസ്തുവിനെ അനുകരിക്കുക എന്നുള്ളത്. ഈ തത്വങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയാൽ താഴ്മയുടെ ക്രിസ്തുവിൻ്റെ ഒരു മാതൃക പിൻപറ്റാനും നമുക്ക് മറ്റുള്ളവരെ സ്വാധീനിക്കാനും ദൈവത്തോട് കൂടുതൽ അടുക്കാനും ഇത് നമ്മളെ സഹായിക്കും. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രാക്ടിക്കലായിട്ട് നമുക്കിതിനെ മുന്നോട്ട് നീക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇന്ന് പഠിച്ചതിൻ്റെ ഒരു സമ്മറി, ഇന്ന് നമ്മളൊന്ന് ചിന്തിച്ചതിൻ്റെ ഒരു സമ്മറി എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ഫിലിപ്പിയ ലേഖനം 5:1 എന്ന് പറയുന്നത് സുവിശേഷത്തിൻ്റെ ഹൃദയത്തെ ഉൾക്കൊള്ളുന്ന ക്രിസ്തുവിൻ്റെ വിനയവും ത്യാഗപൂർണമായ മരണവും വിജയകരമായ ഉയർച്ച എന്നിവയെ വളരെ മനോഹരമായിട്ട് ഈ ഒരു ഭാഗം ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ക്രിസ്തുവിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, താൻ തന്നെത്താൻ ഒഴിച്ചപ്പോൾ തൻ്റെ ദൈവത്വം ഒരിക്കലും ഒഴിച്ചിട്ടില്ല. താൻ ദൈവമായിരുന്നു, ഫുള്ളി ഗോഡായിരുന്നു. പക്ഷേ തൻ്റെ ദൈവിക പദവികൾ മനഃപൂർവ്വമായി ഉപേക്ഷിച്ചു എന്നാണ് നമുക്കിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. താൻ ഏറ്റവും താഴ്ന്ന ഒരു പൊസിഷൻ തനത് സ്വന്തമാക്കി, ഡുലോസ്, ദാറ്റ് ഈസ് ഏറ്റവും ലോവസ്റ്റ് പൊസിഷൻ, ഒരു സ്ലേവിൻ്റെ ഒരു പൊസിഷനാണ് ഏറ്റെടുത്തേക്കുന്നത്. ആൻഡ് അങ്ങനെ ചെയ്തപ്പോൾ ദൈവം തൻ്റെ അനുസരണത്തിലും തൻ്റെ വിനയത്തിലും കർത്താവായ യേശു ക്രിസ്തുവിനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിലും മേലായ നാമം നൽകി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി ഇതിന് നമുക്കുള്ളത് എന്താണെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ മുകളിലേക്കുള്ള വഴി താഴേക്കെന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് the way up is down. Those who exalt themselves will be humbled. Those who humble themselves will be exalted എന്നാണ്. തന്നെത്താൻ താഴ്ത്തുന്നതിന് ഉയർത്തപ്പെടുന്നതാണ്. അപ്പോൾ വേ അപ്പ് ഇസ് ഡൗൺ, മുകളിലേക്കുള്ള വഴി താഴോട്ടെന്നാണ്. അപ്പം യഥാർത്ഥ മഹത്വം വിനയത്തിലൂടെ വരുന്നതാണ്. ലോകം ഇതിനെ ഒരു വളരെ ബലഹീനമെന്നാണ് കാണുന്നത്. എങ്കിൽ ദൈവം പറയുന്നത് ഈ എളിമ ഉന്നതിയിലേക്ക് നയിക്കുമെന്നുള്ളതാണ്. അപ്പം നമുക്ക് നമ്മുടെ അവകാശങ്ങളെയും പദവികളെയും, നമ്മളെക്കുറിച്ച് പറയുന്നത്, നമ്മുടെ അവകാശങ്ങളെയും പദവികളെയും നമ്മൾ വിട്ടൊഴിയാൻ തയ്യാറാണോ? നമ്മുടെ സ്വയം, നമ്മുടെ അഹങ്കാരം, നമ്മുടെ അഭിലാഷങ്ങൾ, ഇതെല്ലാം വിട്ടൊഴിയാൻ നമ്മുടെ വ്യക്തിത്വം ഒരിക്കലും വിട്ടൊഴിയേണ്ട ആവശ്യമില്ല. ദൈവം ഒരിക്കലും ദൈവത്തിൻ്റെ ദൈവത്വം വിട്ടൊഴിഞ്ഞില്ല. നമ്മളോടും പറയാനുള്ള മെസ്സേജ് അത് തന്നെയാണ്. നമ്മുടെ വ്യക്തിത്വം നമ്മൾ വിട്ടൊഴിയേണ്ട ആവശ്യമില്ല. മറിച്ച് നമ്മളുടെ സ്വയം, നമ്മളുടെ പക, നമ്മളുടെ അഹങ്കാരം, നമ്മുടെ അഭിലാഷങ്ങൾ, ഇതെല്ലാം നമ്മൾ വിട്ടൊഴിയാൻ തയ്യാറായിരിക്കണം. 3-മത്തത്, നമ്മൾ സ്വയത്തിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിക്കണം. യേശു ഒരിക്കലും അംഗീകാരത്തിന് വേണ്ടി പോരാടിയിട്ടില്ല, എങ്കിലും ദൈവം അവനെ ഏറ്റവും ഉയർത്തി എന്നുള്ളതാണ്. നമുക്കും അതേ മാതൃക നമ്മുടെ ജീവിതത്തിൽ ഫോളോ ചെയ്യാം. ദൈവം എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ക്രിസ്തുവിൻ്റെ ഈ വിനയം നമ്മുടെ ജീവിതത്തിലും ഏറ്റവും പ്രാക്ടിക്കലായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് തമ്മിൽ സ്നേഹിച്ചും ഐക്യതയോടെയും സന്തോഷത്തോടെയും നമുക്ക് കർത്താവിനെ സേവിക്കാം. ആ ഒരു മനോഭാവത്തിൽ നമുക്കായിരിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ആദ്യമായിട്ട് സംസാരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. ആൻഡ് ഞാൻ എൻ്റെ പ്രത്യേകം നന്ദി സഭയോട് അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.